എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ എൻ മോഹനൻ്റെ ഒരു ചെറുകഥ കേൾക്കാം. അദ്ദേഹം 1933 രാമപുരത്താണ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സസ്യശാസ്ത്രത്തിൽ BScയും മലയാള സാഹിത്യത്തിൽ MAയും കരസ്ഥമാക്കി. കാലടി ശ്രീ ശങ്കര കോളേജിൽ മലയാളം ലെക്ചറർ ആയിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക കാര്യ ഡയറക്ടർ എന്നീ തസ്തികകളിൽ പ്രവർത്തിച്ചു. 1988 സർവീസിൽ നിന്നും വിരമിച്ചു. പ്രധാനപ്പെട്ട കഥകൾ: പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ, എൻ മോഹനൻ്റെ കഥകൾ, ശേഷപത്രം, നുണയുടെ ക്ഷണികതകൾ തേടി, സ്നേഹത്തിൻ്റെ വ്യാകരണം തുടങ്ങിയവയാണ്. നാലപ്പാടൻ അവാർഡ്, പത്മരാജൻ അവാർഡ്, ടെലിവിഷൻ കഥയ്ക്കുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ ഇരുൾ കിണറിനപ്പുറം. പാടത്തിൻ്റെ മാറിലേക്കുന്തി നിൽക്കുന്ന മലയുടെ ചെരുവിലായിരുന്നു എൻ്റെ വീട്. 3 വശത്തും പാടം. പാടത്തിൻ്റെ ഇടയിലൂടെ വളഞ്ഞും പുളഞ്ഞും ഒഴുകിയിരുന്ന വളരെ വീതി കുറഞ്ഞ, തീരെ ആഴമില്ലാത്ത ഒരു തെളിനീർച്ചോല. അത് വീട്ടുവാതുക്കൽ എത്തുമ്പോൾ കുറേ കരിങ്കൽ കൂട്ടങ്ങൾ കയറിയിറങ്ങി ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടാക്കി. വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തൊട്ടപ്പുറത്തുള്ള പാടത്തിൻ്റെ നടുക്ക് ചെറിയ ദ്വീപ് പോലെ ഒരു തുണ്ടുഭൂമി. ചെങ്കല്ലും ചെമ്മണ്ണും നിറഞ്ഞ ലേശം ഉയർന്ന തരിശുഭൂമി. അന്ന് അവിടെ ഒരു പാലമരം ഉണ്ടായിരുന്നു. മിക്കവാറും പൂക്കളുമായി സുഗന്ധത്തിൻ്റെ പെരുമഴയുമായി. പാലയുടെ അടുത്തായി ഒരു നെല്ലിമരവും കുറേ കാട്ട് കദളിച്ചെടികളും. കുട്ടികളായിരുന്ന ഞാനും അമ്മിണിക്കുട്ടിയും ആ പാലമരത്തിൻ്റെ ചുവട്ടിൽ കളിച്ചിരുന്നു. എൻ്റെ വീടിൻ്റെ മുന്നിലെ പാടത്തിൻ്റെ അങ്ങേക്കരയിലെ കുന്നിൻ ചെരുവിലായിരുന്നു അമ്മിണിക്കുട്ടിയുടെ വീട്. ഞങ്ങൾ വീട് വെച്ച് കളിച്ചു. അരിയും കറിയും വെച്ച് കളിച്ചു. അമ്മയും അച്ഛനുമായി കളിച്ചു. പാലമരക്കൊമ്പിൽ ആരോ കെട്ടിത്തന്ന ഊഞ്ഞാലിൽ പൂക്കളും സുഗന്ധവും ചിതറിത്തെറിപ്പിച്ചുകൊണ്ട് ആടി രസിച്ചു. നെല്ലിമരത്തിൽ കായ്കൾ ഉണ്ടാകുമ്പോൾ പറിച്ചു നിന്നു. എന്നിട്ട് അതിൻ്റെ കയ്പും ചവർപ്പും മാറ്റി മധുരിക്കുവാൻ കൈത്തോട്ടിലെ വെള്ളം കൈക്കുമ്പിളിൽ കോരി കുടിച്ചു. പലപ്പോഴും ചോലയിലെ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ നുരഞ്ഞു പതഞ്ഞ പ്രവാഹത്തിൽ ചേർന്ന് പിടിച്ചു നിന്ന് കുളിച്ചുല്ലസിച്ചു. എല്ലാം പണ്ട് നടന്നത്. 8-10 വയസ്സുള്ള കാലം. അടുത്തെങ്ങും സ്കൂളില്ലാത്തതിനാൽ സ്കൂളിൽ പോകേണ്ടാത്തപ്പോൾ വീട്ടിൽ വന്ന് ട്യൂഷൻ നൽകിയിരുന്ന മാസ്റ്ററുടെ പഠനവും ഗൃഹപാഠവും ഇല്ലാത്തപ്പോൾ. പിന്നെ എൻ്റെ കുടുംബം, അച്ഛനും അമ്മയും ഞാനും ആ സ്ഥലം വിട്ടുപോയി വളരെ അകലെ ഒരു നാട്ടിലായി താമസം. ആ പാലയും പൂക്കളും സുഗന്ധവും ഞാൻ ക്രമേണ മറന്നു. അമ്മിണിക്കുട്ടിയും മനസ്സിൽ നിന്ന് പതുക്കെ അകന്നുപോയി. എൻ്റെ പുതിയ കൂട്ടുകെട്ടുകളും കൗതുകങ്ങളും അവളെ ഓർമ്മയുടെ വളരെ വളരെ പിന്നിലേക്ക് എവിടേക്കോ തള്ളി അകറ്റി. പിന്നീടെന്നോ ഒരിക്കൽ ഒരു ദിവസം അമ്മിണിക്കുട്ടി സന്നിപാത ജ്വരം പിടിപെട്ട് മരിച്ചു എന്ന് ആരോ പറയുന്നതും കേട്ടു. മരുന്നോ ശുശ്രൂഷയോ ഒന്നും കിട്ടുവാനില്ലാതിരുന്ന അന്നത്തെ ആ നാട്ടുമ്പുറത്തെ ഏതോ നിരാശ്രയ നിലത്തിൻ്റെ തരിശുമൂലയിൽ അനാഥ ചരമത്തിൻ്റെ വ്യർത്ഥ വിസ്മൃതിയിൽ ഒരു പിടി ചാരമായി അവൾ ലയിച്ചിരിക്കണം. വളർച്ചയുടെ വിസ്മയങ്ങളിൽ, കൗമാരത്തിൻ്റെ കാമ്യ കുതൂഹലതകളിൽ, യൗവനത്തിൻ്റെ നവ്യാഭിമുഖ്യങ്ങളിൽ, നിക്ഷിപ്ത താൽപ്പര്യങ്ങളിൽ, പഠനാന്വേഷണ വ്യഗ്രതകളിൽ ഞാൻ പിന്നെ അവളെ സമ്പൂർണമായും മറന്നു. അല്ല, മറന്നു എന്നു ധരിച്ചു. സത്യം പറയട്ടെ, മറക്കുവാൻ ഒരിക്കലും സമ്മതിക്കാതെ അവൾ എന്നും എൻ്റെ ഭാഗധേയങ്ങളെ പിന്തുടരുകയായിരുന്നു എന്ന് വളരെ പിന്നീട് മാത്രമേ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുള്ളൂ. പിരിഞ്ഞിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ അമ്മിണിക്കുട്ടി ഒരോർമ്മ പോലും അല്ലാതിരുന്ന ഒരു വേളയിൽ ഒരു പ്രണയ പരാജയത്തിൻ്റെ അതികഠിനമായ നൊമ്പരത്തിൽ തകർന്ന് ഞാൻ വ്യസനിച്ചിരിക്കവേ എൻ്റെ അമ്മ അടുക്കൽ വന്നു പറഞ്ഞു, സാരമില്ല മോനെ, സാരമില്ല. കഴിഞ്ഞ ജന്മങ്ങളിലെന്നോ നീ ഏതോ ഒരു പെൺകുട്ടിയെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവാം. വിധിയോ ദൈവമോ രണ്ടും കൂടി ചേർന്നോ വൈകിയാണെങ്കിലും ഇപ്പോൾ നീതി നടത്തുകയാവും എന്ന് സമാധാനിച്ചാൽ മതി. സാരമില്ല.
ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ അമ്മ അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊടുന്നനെ എങ്ങു നിന്നോ പാലപ്പൂവിൻ്റെ തീഷ്ണ സുഗന്ധം പൊന്തി. എവിടെ നിന്നെന്നോ എങ്ങനെയെന്നോ അറിയാതെ അത്ഭുതപ്പെടുമ്പോൾ ഭൂതകാലത്തിൻ്റെ നിഴലുകൾ നൃത്തമാടുന്ന ഏതോ ഒരു ചെറിയ തെളിനീരരുവിയുടെ തീരത്ത് പാടപ്പച്ചപ്പിൻ്റെ നടുവിൽ നിറപൂക്കളാർന്ന ഒരു പാലമരമായി അമ്മിണിക്കുട്ടി നിൽക്കുന്നതുപോലെ തോന്നി. അവളുടെ ചുറ്റുമുള്ള ഹരിത വിസ്തൃതി എൻ്റെ പരാജയങ്ങളുടെ പാഠശേഖരങ്ങളായി പരന്നു കിടന്നു. നനഞ്ഞ തെന്നലിൽ ഊഞ്ഞാലാടിയ നെൽത്തലപ്പുകൾ ദുഃഖമർമ്മരം പൊഴിച്ചപ്പോഴും അലിവിൻ്റെ നിറപുഞ്ചിരിയായി അവൾ നിന്നു. ചൈത്രസന്ധ്യയുടെ താന്ത സൗന്ദര്യമായെത്തിയ ആ സുഗന്ധ മന്ദസ്മിതം ഒരു സാന്ത്വനം പോലെ എന്നെ തഴുകി തലോടി ആശ്വസിപ്പിച്ചു. നടുക്കത്തോടെ ഞാൻ വീണ്ടും നോക്കി. അതെ, അമ്മിണിക്കുട്ടി. മകൻ്റെ പൂർവജന്മ പാപങ്ങളുടെ മുറിപ്പാടുകളിലൊന്നായി അമ്മ ചൂണ്ടിക്കാട്ടിയത് നിന്നെ തന്നെയാണോ അമ്മിണിക്കുട്ടി? ഞാൻ എന്നെങ്കിലും നിന്നെ സങ്കടപ്പെടുത്തുകയുണ്ടായിട്ടുണ്ടോ? പറയൂ. ബാല്യത്തിൻ്റെ നിഷ്കളങ്കത അറിയാതെ ഞാൻ പോലും അറിയാതെ അവളൊന്നും പറയുകയുണ്ടായില്ല. കനിവായി നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആ സാന്ത്വനം മറക്കുക വയ്യ. അതെന്നെ രക്ഷിച്ചത് ഒരു ആത്മഹത്യയിൽ നിന്നായിരുന്നു. അന്ന് മാത്രമല്ല, പിന്നെയും എത്രയോ പ്രാവശ്യം ആ സുഗന്ധ സാന്നിധ്യം എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ടെന്നോ രക്ഷിച്ചിട്ടുണ്ടെന്നോ. ജീവിതത്തിൻ്റെ തിരിച്ചടികളിൽ നിന്നും മോഹഭംഗങ്ങളുടെ കഠിനാഘാതങ്ങളിൽ നിന്നും കിട്ടിയ തളർച്ചയിൽ ദിക്കും ലക്കും പോക്കും തെറ്റി വഴികളുടെ പരിഭ്രമ സന്ധ്യകളിൽ സ്തബ്ധനായി നിന്ന എത്രയോ പരീക്ഷണ വേളകളിൽ കൈചൂണ്ടിയായി താങ്ങായി തണലായി ആ സുഗന്ധം എത്തിയിട്ടുണ്ടെന്നോ. ഞാൻ ഇന്നും അമ്മിണിക്കുട്ടിയെ ഓർമ്മിക്കുന്നത് സ്പർശിക്കാനോ ദർശിക്കാനോ സംവദിക്കാനോ ആവാത്ത ആ സുഗന്ധമായാണ്. അത് നൽകുന്ന ആശ്വാസ അനുഭൂതിയായാണ്. അനിശ്ചിതത്വത്തിൻ്റെ മുള്ളുവിതറിയ വഴിക്കവലകൾ ഭീതിപ്പെടുത്തുന്ന അസ്വസ്ഥ സംഭ്രമ സന്ധ്യകളിലും ഞാൻ കാത്തു നിൽപ്പുണ്ടാവും. വിറപൂണ്ട് വിയർത്ത് കറുത്ത സൂര്യനെയും കാത്ത്. ഇന്നും നാളെയും, ഒരുപക്ഷെ പിന്നെയും ജന്മാന്തര വന്ധ്യതകളുടെ അന്ധകാരവാപികൾക്കപ്പുറവും. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.